യേശുവേ നിൻഹിതം ചെയ്യുവാൻ നിന്നിഷ്ടം പോലെ ഏഴയാമെന്നെ സമർപ്പിക്കുന്നേ. യേശുവേ നിൻഹിതം ചെയ്യുവാൻ നിന്നിഷ്ടം പോലെ ഏഴയാമെന്നെ സമർപ്പിക്കുന്നേ. മക്കളുടെ മേശയിൽ നിന്ന് താഴെ വീഴുന്നത് മതി എനിക്ക്, അല്ലാതെ കൂടുതലൊന്നും തരണ്ട. മക്കളുടെ മേശപ്പുറത്ത് നിന്ന് താഴെ വീഴുന്നുണ്ടല്ലോ. പിന്നെ എന്റെ കുഞ്ഞിന് സൗഖ്യമാകാൻ വേണ്ടി നിന്റെ സകല ശക്തിയൊന്നും പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എനിക്ക് നീ ആരാണെന്നുള്ളത് അറിയാം. ഇവിടെ ഒരു പൊടി തിന്നാ മതി എനിക്ക്. കാര്യം നീ അത്രയ്ക്ക് ശക്തിയുള്ള ആളല്ലേ. അല്ലാതെ എനിക്കിപ്പോ അപ്പം മുഴുവനായിട്ട് തിന്നണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നോക്ക് അവളുടെ വിശ്വാസം, നോക്ക് അവളുടെ വിശ്വാസം എത്ര വലുതാണ്. കാര്യം ദൈവം യേശു ആരാണെന്നുള്ളത് അവള് കറക്റ്റായിട്ട് മനസ്സിലാക്കി, കറക്റ്റായിട്ട്. പിന്നെ അതിനിടയ്ക്ക് അവൾ പറയുന്നൊരു കാര്യമുണ്ട്, പിന്നെ നീ ഉദ്ദേശിക്കുന്നത് പോലെ മക്കൾ അങ്ങനെ അപ്പം തിന്നോണ്ടിരിക്കുകയൊന്നും അല്ല. ശരിക്ക് തിന്നുകയാണെങ്കിൽ താഴെ വീഴത്തില്ലല്ലോ. മക്കൾ ഈ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുകയാണ്, അല്ലാതെ അവരെന്ത് ചെയ്യുന്നില്ല, ഇത് ശരിയായിട്ട് തിന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ താഴെ വീഴുന്നത്. ഇന്ന് ക്രിസ്ത്യാനികളുടെ വിശ്വാസികളുടെ ഒക്കെ പ്രശ്നം അപ്പം മേശപ്പുറത്തിരിപ്പുണ്ടെന്നുള്ളതല്ലാതെ ഇത് തിന്നുന്നില്ല. പിന്നെ എല്ലാ ഞായറാഴ്ച വന്ന് അപ്പത്തെക്കുറിച്ച് 3-4 പാട്ടൊക്കെ പാടും. അപ്പം എത്ര മഹത്തരമാണെന്ന് പറയും, അപ്പത്തെക്കുറിച്ച് സാക്ഷി പറയും. ഏതാ അപ്പത്തെക്കുറിച്ച് സാക്ഷി പറയും, അപ്പത്തെ ആരാധിക്കും, അപ്പത്തെക്കുറിച്ച് പ്രസംഗിക്കും, അപ്പത്തെക്കുറിച്ച് വലിയ പാട്ടുകൾ പാടും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അപ്പം മേശപ്പുറത്ത് തന്നെ ഇരിക്കും. വിശന്നവരായിട്ട് ഇവര് പോകും. അത് കഴിയുമ്പം പാവം പിടിച്ച നായ്ക്കുട്ടികൾ വന്നിത് തിന്നും. ഹല്ലേലൂയ. അതുകൊണ്ട് യഹൂദന്മാര് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. ജാതികൾ അതിനെ ഹോൾ ഹാർട്ടഡായിട്ട് അക്സെപ്റ്റ് ചെയ്യാണ്, മുഴുവൻ ഹൃദയത്തോടെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാണ്. പല സമയത്തും ഈ ക്രിസ്ത്യാനികളായ ആളുകളുടെ ഇടയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി, റിസോഴ്സസ്, അത് ജാതികളായ ആളുകളുടെ ഇടയിൽ ആ എനർജിയും റിസോഴ്സസും ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും അതാണ് ഫ്രൂട്ട്ഫുൾ ആയിട്ട് പലപ്പോഴും വരുന്നത്. ഇനി ക്രിസ്ത്യാനികൾക്ക് അവരുടെ പോർഷനെ കൊടുക്കാമെന്നാണ് എൻ്റെ ചിന്ത. ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോപ്പുലേഷന് 2% ഉള്ളൂ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ. കുറച്ചുകൂടെ കൂടുതലൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരുമാതിരി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ യോഗ്യതയുള്ള ആളുകൾ 2% താഴെയുള്ളൂ. ഇനി എത്ര അങ്ങ് കൂടിയെന്ന് പറഞ്ഞാലും 5% ഒന്നും ഇല്ലല്ലോ, എന്താണെങ്കിലും ഇല്ല. 5% എന്താണെങ്കിലും ഇല്ലല്ലോ. മാക്സിമം 3, ബിറ്റ്വീൻ 2 and 3. ക്രിസ്ത്യാനികൾ എന്ന് പേരുള്ള ആളുകളെങ്കിലും ബിറ്റ്വീൻ 2 and 3 ഉള്ളൂ. വെറുതെ ഈ മിഷൻ ലീഡേഴ്സ് എല്ലാം മിഷൻ ജേണലിനകത്ത് 33% ഉണ്ടെന്നൊക്കെ ഓരോരുത്തരങ്ങ് പറഞ്ഞു മതി. ചുമ്മാ പറയുന്നതാണ്, ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഇവിടെ നിങ്ങൾ ക്രിസ്ത്യാനികൾ അങ്ങനൊന്നുമില്ല. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് വന്ന് നോക്കുക, എവിടെയാണ് ക്രിസ്ത്യാനികൾ? അവിടെയെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാരൊന്നുമില്ല. നിങ്ങൾ ടൗണിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ 10,000 പേര് കൂടുന്നത് കണ്ട് കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ഇന്ത്യയിൽ ക്രിസ്ത്യാനികളൊന്നും വലിയ വളർച്ചയൊന്നും ഈ ക്രിസ്ത്യാനിത്വത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗുജറാത്ത് ക്രിസ്ത്യാനികൾ തൂത്തുവാരിയെന്ന് 1990s ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ, ഗുജറാത്തിൽ ഭയങ്കര ക്രിസ്ത്യാനികളുടെ വലിയ കവിഞ്ഞൊഴുക്കുണ്ടായിരുന്നു. പക്ഷേ ഗുജറാത്തിന്റെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 0.5% ആണ്. ക്രിസ്ത്യാനികൾ തൂത്തുവാരിയിട്ടും ഗുജറാത്തിന്റെ പോപ്പുലേഷൻ, ക്രിസ്ത്യൻ പോപ്പുലേഷൻ 0.5%, 1% ഇല്ല, 0.5% ആണ്. എവിടെയെങ്കിലും 4 പേര് യോഗത്തിന് വരുമ്പോഴത്തേക്ക് അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്, കാശുണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതൊന്നും യാഥാർത്ഥ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ പോപ്പുലേഷന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ 3% ആണെന്ന്. ഇന്ത്യയുടെ ലെങ്ത് ആൻഡ് ബർത്ത് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ മാക്സിമം എന്ന് പറയുന്നത് 3% ആണ്. 5% എന്താണെങ്കിലും ഇല്ല. 5% എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈമും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട എഫേർട്ടും റിസോഴ്സസും 5% ആയിരിക്കണം. അതിൽ കൂടുതൽ കൊടുക്കാൻ ക്രിസ്ത്യാനികൾക്ക്, വാങ്ങിക്കാനുള്ള യോഗ്യത ക്രിസ്ത്യാനികൾക്ക് ഇല്ല. ചർച്ചിന്റെ
ടോട്ടൽ റിസോഴ്സസിന്റെ 5% ചർച്ചിന്റെ ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ ചർച്ചിന്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കാവും. അപ്പോഴാണ് നമ്മൾ നല്ല സ്റ്റുവാർഡ്സ് ആകുന്നത്. സമയം ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റുവാർഡ്ഷിപ്പിനെ കുറിച്ച് പറയാം. അതായത് 95% ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ആർ ടോട്ടലി നോൺ ക്രിസ്ത്യൻ. അപ്പൊ സഭയുടെ റിസോഴ്സസിന്റെ 95% എന്തിനു വേണ്ടി ആയിരിക്കണം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്? നമ്മൾ നല്ല സ്റ്റുവാർഡ്സ് ആണെങ്കിൽ ഇവാഞ്ചലിസത്തിന് വേണ്ടി ആയിരിക്കണം. സഭയുടെ ഉന്നമനത്തിന് വേണ്ടി 5% മാക്സിമം നമ്മൾ ചെലവാക്കാവൂ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചല്ലേ? തിരിച്ചെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മളുടെ എഫേർട്ട്, നമ്മുടെ ടൈം, നമ്മുടെ മണി, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മണി. പണം മാത്രമല്ല. പണം ഓഫ് കോഴ്സ് സംതിങ്. പക്ഷെ പണം മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ സഭയുടെ റിസോഴ്സസ്, മാൻ പവർ, നമ്മളുടെ ടൈം, നമ്മളുടെ പണം, ഈ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഓരോ സഭയുടെ മെമ്പേഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിന്റെ 5% എങ്കിലും നമ്മൾ നോൺ ക്രിസ്ത്യൻസിന്റെ ഇവാഞ്ചലിസത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചിലപ്പം ചില പൈസ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങളുടെ സമയത്തിന്റെ, നിങ്ങൾ ആത്മീയതയ്ക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന്റെ 5%, ബാക്കിയൊക്കെ പോട്ടെ, നിങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, സഭയിലെ ആരാധന എല്ലാം ഉണ്ടല്ലോ, അതിന്റെ 5% നിങ്ങൾ ഇവാഞ്ചലിസത്തിന് വേണ്ടി, സാക്ഷിക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? പക്ഷേ 5% പോരാ. നിങ്ങളുടെ ആത്മീയമായി നിങ്ങൾ ചെലവഴിക്കുന്ന പണവും എഫേർട്ടും അതിന്റെ എല്ലാത്തിന്റെയും ടോട്ടൽ റിസോഴ്സസിന്റെ 95% എന്തിനു വേണ്ടി ആയിരിക്കണം? നോൺ ക്രിസ്ത്യൻസിന് വേണ്ടി ആയിരിക്കണം. കാര്യം പെർസെന്റേജ് നോക്കുമ്പോൾ 95% നോൺ ക്രിസ്ത്യൻസ് ആണ്. 95 ഒക്കെ ഞാൻ വളരെ കൂട്ടി പറഞ്ഞാണ്, അത്രയൊന്നും ഇല്ല. ഇറ്റ്സ് ഓൺലി 2% or 3%. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റുവാർഡ്സ് ആകുന്നത്. പിന്നെ എന്താണ് നമ്മൾ ഈ സുവിശേഷീകരണത്തെ കുറിച്ച് സെമിനാർ നടത്തിയിട്ട് എന്താ കാര്യം? ഞാൻ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം. ഇവിടെ ഞാൻ when we get time I will tell it. ജാതികളിലേക്ക് പൗലോസും പറഞ്ഞ വാസം ജാതികളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ബിക്കോസ് അവരത് അക്സെപ്റ്റ് ചെയ്യണം. ആ സിറഫിനീഷ്യൻ സ്ത്രീ പറഞ്ഞ കാര്യം അതാണ്. മക്കൾ അപ്പം മേശപ്പുറത്ത് വെച്ച് തട്ടിക്കളിക്കുകയാണ്. ജാതികൾ വിശപ്പോടുകൂടെ അതിന്റെ ഒരു ചെറിയ നുറുക്ക് കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെയാണ് വാസ്തവത്തിൽ നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ ഹബ്ബിളാകേണ്ടിയിരിക്കുന്നു, എത്രമാത്രം ദൈവസന്നിധിയിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു, എത്രമാത്രം ദ ക്രിസ്ത്യൻസ്, ദ ബിലീവേഴ്സ്, ക്രിസ്ത്യാനികളെന്ന് പരസ്യമായി അങ്ങനെ ഒരു ആഗമനോടെ ഞാൻ പറയുന്നില്ല, വിശ്വാസികൾ എന്ന് വിളിക്കുന്ന സമൂഹം പോലും യേശുവിനെ ആസ്വദിക്കുന്ന ആളുകൾ എത്രയുണ്ട്. യേശുവിനെ ആസ്വദിക്കുന്നതിന് വരെ ഞാനത് മുമ്പേ പറഞ്ഞത്, യേശുവിനെ കുറിച്ച് പാട്ടുപാടുന്നവരുണ്ട്, യേശുവിനെ ആരാധിക്കാൻ വരുന്നവരുണ്ട്, യേശുവിനെ കുമ്പിടുന്നവരുണ്ട്, യേശുവിന് വേണ്ടി യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. പക്ഷെ യേശുവിനെ ആസ്വദിക്കുന്നവർ അപ്പം മേശപ്പുറത്തിരിക്കുകയാണ്. മേശപ്പുറത്ത് അപ്പം വെച്ചോണ്ട് അവര് എല്ലാ പ്രക്രിയകളും ചെയ്യുന്നുണ്ട്, അപ്പം തിന്നുന്നില്ല. They are not eating Jesus. Jesus is not going in. He is outside. എത്ര പരിതാപകരമായ ഒരു സ്റ്റേജാണ് നമ്മൾ ആലോചിക്കണം. ഓക്കെ, കം ബാക്ക്. പൗലോസിന്റെ പ്രബോധനങ്ങൾ, പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എത്രമാത്രം ജാതികളുടെ സുവിശേഷീകരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നുവെന്ന് നമുക്ക് ചില ഭാഗങ്ങൾ മാത്രം. റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വേഴ്സ് 5 onwards അവിടെ എഴുതിയിരിക്കുന്നത്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചത്. അവിടെ പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മരിച്ചുയർത്തെഴുന്നേറ്റ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലാണ്. ഇടയ്ക്ക് ഒരു ഭാഗത്ത് പറയുന്നൊരു കാര്യം വളരെ പ്രസക്തമാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു വാക്യമാണ്. അതായത് the resurrection of Jesus is the proof that Jesus lived a holy life. അതാണ് അവിടെ പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ഉയിർപ്പ് യേശു
ഒരു വിശുദ്ധ ജീവിതം ജീവിച്ചു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് അപ്പോൾ അവിടെ പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, തേജസ്സിന്റെ വസ്ത്രവുമായി അവൻ ഭൂമിയിലേക്ക് വന്നു. ആ വസ്ത്രത്തിന് ഒരു ചുളിവ് പോലും ഏൽക്കാതെ അവൻ കാൽവറി ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് ആ വസ്ത്രം പാപത്തിന്റെയോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തിന്മയുടെയോ കത്തി കൊണ്ട് അത് കുത്തി കീറപ്പെട്ടിട്ടില്ല, ഒരു സ്പോട്ട് പോലും പറ്റിയിട്ടില്ല. ആ വസ്ത്രമാണ് അവൻ നമുക്ക് ധരിക്കാനായിട്ട് തന്നത്. അതുകൊണ്ടാണ് നമ്മൾ നീതിമാന്മാരായി തീർന്നിരിക്കുന്നത്. എന്നാൽ അവനാൽ ഞങ്ങൾ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് പോളിന്റെ ഹൃദയത്തിൽ അവൻ ഉള്ള ബോധ്യം എന്തിനു വേണ്ടിയാണ്? അവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചിരിക്കുന്നത്. വിശ്വാസത്തിന്റെ അനുസരണം ആർക്ക് വരുത്തേണ്ടതിനാണ്? സകല ജാതികളുടെയും ഇടയിൽ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിന്. 1-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും അവിടെ കാണുന്നുണ്ട്, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. യഹൂദന് മാത്രമല്ല, യവനന്മാർക്കും ബർബരന്മാർക്കും. ബർബരന്മാരെന്ന് പറയുന്നത്, യവനന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് ദോസ് ഹു സ്പീക്ക് ഗ്രീക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. ബർബരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഹു സ്പീക്ക് ദ ലാംഗ്വേജ് ദാറ്റ് ഐ ഡു നോട്ട് നോ. എനിക്ക് അറിയാൻ വയ്യാത്ത ഭാഷ സംസാരിക്കുന്നവരെന്നാണ് അതിന്റെ അർത്ഥം ബർബരന്മാരെന്ന് പറഞ്ഞാൽ. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ബാർബേറിയൻസ്, നമ്മൾ ബാർബേറിയൻസ് പറയുമ്പോഴത്തേക്ക് സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള അർത്ഥത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ശരിക്കും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോസ് ഹു സ്പീക്ക് എ ലാംഗ്വേജ് ദാറ്റ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കുന്ന ആളുകൾ. അപ്പോൾ ഞാൻ ആർക്കൊക്കെയാണ് കടക്കാരൻ? ഞാൻ യഹൂദന് കടക്കാരനാണ്. ബിക്കോസ് അവൻ എൻ്റെ ഓൺ ജനതയാണ്. ഈസ് മൈ ഓൺ പീപ്പിൾ, ദേ ആർ മൈ ഓൺ പീപ്പിൾ. എന്നാൽ എനിക്ക് ഗ്രീക്ക് സംസാരിക്കാൻ അറിയാവുന്നത് കൊണ്ട് ഞാൻ ആർക്കും കടക്കാരനാണ്? ഗ്രീക്ക് സംസാരിക്കുന്ന ആളുകൾക്ക് കടക്കാരനാണ്. ഇനി വേറൊരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്, എന്റെ ബ്രദറെ, ഞാനങ്ങനെ അവർക്ക് കടക്കാരനാകുന്ന കാര്യം, എനിക്ക് അവർ പറയുന്ന ഭാഷയൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാകത്തില്ലെങ്കിൽ ഭാഷ പഠിക്കണം. കാരണം ഞാൻ അവർക്കും എന്താണ്? കടക്കാരനാണ്. ഞാൻ എല്ലാവർക്കും കടക്കാരനാണ്. യഹൂദന്മാർക്കും യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ജ്ഞാനികൾക്ക് മാത്രമല്ല, ബുദ്ധിഹീനർക്കും. ചിലപ്പോൾ നമ്മൾ പറയും, എന്റെ ബ്രദർ അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, അവന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെങ്കിൽ അവനും ഞാൻ എന്താണ്? കടക്കാരനാണ്. ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനായിരിക്കുന്നു. ഇങ്ങനെ റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തി ആകുന്നു. രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാകുന്നു. കാരണം ഇതൊരാൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവനെ രക്ഷയിലേക്ക് നയിക്കുമെന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിനകത്ത് എനിക്ക് യാതൊരു രീതിയിലുള്ള സംശയങ്ങളും ബാക്കിയില്ല. ഐ നോ. അതുകൊണ്ട് ഇത് രക്ഷയ്ക്കായുള്ള ദൈവശക്തി ആയതുകൊണ്ട് തീർച്ചയായും ആരൊക്കെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു അവർക്ക് എല്ലാവർക്കും ഞാൻ ആരാണ്? കടക്കാരനാണ്. ഞാൻ ഒരു കടക്കാരനാണ്. എന്ത് കടം? മറ്റൊന്നുമല്ല, അവരെ രക്ഷയിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസനായിക്കൊണ്ട് വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നോക്ക്, എല്ലാ മനുഷ്യർക്കും, വിശ്വസിക്കുന്ന ഏത് മനുഷ്യർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ കടക്കാരനാണ് എന്നുള്ളത് പോള് ശരിയായ നിലയിൽ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചാപ്റ്റർ 2 വേഴ്സ് 9 ഓൺവേർഡ്സ് വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നതായ ഭാഗം, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. എല്ലാവരും ഒന്നുപോലെയാണ് ദൈവത്തിന് മുമ്പിൽ. അതുകൊണ്ട് എനിക്ക് ആരെയും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒരു ജാതികളെയും എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒരു വംശത്തെയും എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവത്തിന്റെ പക്കൽ എന്തില്ല? മുഖപക്ഷം ഇല്ല. 3-ാം അധ്യായത്തിന്റെ 23 വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ. നോക്കുക, ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല, ജാതികളുടെയും ദൈവമാണ്, എല്ലാവരുടെയും ദൈവമാണ്.
എല്ലാവരും ദൈവമാണെന്ന് പറയുമ്പോൾ അതിന്റെ എംഫസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ ദൈവം ഇല്ലല്ലോ എന്നാണ്. ആ എംഫസിസ് വെച്ച് നോക്കുമ്പോഴേ ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ അല്ല, ജാതികളുടെ ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവം തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വായിച്ചു പോയാൽ നമുക്ക് അതിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്താ പോളോട് പറയുന്നത് അറിയാമോ? പോൾ പറയുന്നതാണ്, യഹൂദന്മാരെ രക്ഷിക്കാൻ ദൈവം, നമുക്കൊരു ദൈവം ഉണ്ടെങ്കിൽ ജാതികളെ രക്ഷിക്കാൻ വേറെ ദൈവം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ യേശുണ്ട്, ജാതികളെ രക്ഷിക്കാൻ ഏത് ദൈവം ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ എന്താ, അവർക്ക് വേറെ ദൈവം കാണും എന്നാ? ഇല്ലല്ലോ, അവൻ ജാതികളുടെയും ദൈവമല്ലേ? ഇതാണ് പോൾ ചോദിക്കുന്നത്. മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശു ക്രിസ്തു ഒഴികെ വേറെ ഒരു ദൈവവും ഇല്ലെന്ന് നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ജാതികളുടെ ഇടയിൽ നീ സുവിശേഷവുമായിട്ട് പോകാത്തതെന്നാണ് ചോദിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പ്രാണവായുവായി ആകെ ഉള്ളത് എന്താണ്? ഓക്സിജനാണ്. അതൊന്നേ ഉള്ളൂ. ഇപ്പം എന്തോ ചെയ്യാനാ? ചിലപ്പോൾ ആളുകൾ, ഞാൻ ടെലിവിഷനിലൊക്കെ ആണെങ്കിലും പലപ്പോഴും ഈ ടോക്ക് ഷോയിലൊക്കെ ആളുകൾ ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, നിങ്ങളെന്തോ യേശു 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 എന്ന് പറഞ്ഞുകൊണ്ട് ജാഗം തുടങ്ങുന്നത്? വേറെ ദൈവങ്ങളൊന്നും ഇല്ലയോ? നിങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞു, പക്ഷെ എന്തിനാ വെറുതെ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്നത്? അതുകൊണ്ട് രക്ഷ യേശുവിലൂടെ മാത്രമെന്ന് പറയാതെ, യേശു രക്ഷിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല, പക്ഷേ രക്ഷ യേശുവിലൂടെ മാത്രമെന്ന് നിങ്ങൾ എന്തിനാ പറയുന്നത്? അങ്ങനെ പറയുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. ഒറീസയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ പല ആളുകളും എന്നോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങൾ എവിടെ ചെന്നാലും പറയും യേശു മാത്രമേ രക്ഷിക്കത്തുള്ളൂ. യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രശ്നമില്ലല്ലോ. ഇല്ല, യേശു മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം. ഞാൻ പറഞ്ഞു അതെ, പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? അതെന്താ പറയാതിരുന്നാൽ എന്താ? പറയാതിരിക്കാൻ പറ്റുമോ? അതാ സത്യം. അത് സത്യമായതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റുകയില്ല. പിന്നെ യേശു മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരുടെ ദൈവം ഒക്കെയോ? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. അങ്ങനെ ദൈവം വെക്കുമോ? ചിലർ ചോദിക്കുന്ന, അങ്ങനെ ദൈവം വെക്കുമോ ഒരാളെ മാത്രം രക്ഷയ്ക്കായിട്ട്? ഞാനപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, പ്രകൃതിയിലെ മിക്ക കാര്യങ്ങളും എക്സ്ക്ലൂസീവാണ്. മിക്ക കാര്യങ്ങളും. ടേക്ക് ദ കേസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ എക്സ്ക്ലൂസീവാണ്. പ്രാണവായു, ലോകത്തിലെ നമ്മുടെ അന്തരീക്ഷത്തിൽ എത്രമാത്രം ഗ്യാസസ് ഉണ്ട്, എത്രമാത്രം ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് ഉണ്ട്. പക്ഷേ എല്ലാം ഗ്യാസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഗ്യാസ് ശ്വസിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ജീവൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ശ്വസിച്ചാലേ പറ്റൂ? ഓക്സിജൻ ശ്വസിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഞാനിവിടെ എന്ന് പറയാണ്, നമുക്ക് ദൈവം ഭൂമിയിൽ ജീവിക്കേണ്ടതിന് തന്നിരിക്കുന്നത് ഓക്സിജൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ, കണ്ടില്ലയോ, അവൻ ഫെനാറ്റിക്കാണ്, അവൻ മതഭ്രാന്തനാണ് എന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ടോ? അവൻ മതഭ്രാന്തനല്ല, അവൻ ഒരു സത്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇല്ലില്ല, എനിക്ക് ഓക്സിജൻ വേണ്ട, ഞാൻ കാർബൺ മോണോക്സൈഡേ ശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാൽ എന്തോ പറ്റും? ചത്തു. ഇതേപോലെ തന്നെ ദൈവം മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഒന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്ത്? യേശു കർത്താവ്. ഈ യേശുവിനെ അല്ലാതെ വേറെ ആരെ ശ്വസിച്ചാലും അവൻ രക്ഷപ്പെടത്തില്ല, അവൻ നശിച്ചു പോകും. കാര്യം, ഭൂമിയിൽ ജീവിക്കാൻ പ്രാണവായുവായി ദൈവം ഓക്സിജൻ തന്നിരിക്കുന്നു. നിത്യജീവൻ ലഭിക്കാനായിട്ട്, ഭൂമിയിൽ ജീവൻ ലഭിക്കാൻ ഓക്സിജൻ ആണെങ്കിൽ നിത്യജീവൻ ലഭിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. എന്നാൽ അടുത്ത ചോദ്യം, യേശു മാത്രമാണ് നമുക്ക് നിത്യജീവൻ നൽകുന്നതെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ യേശുവിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാത്തതെന്നുള്ളതാണ്. മറ്റേ പറയുമ്പോൾ എല്ലാവർക്കും നല്ല സ്തോത്രവും അല്ലരിയൊക്കെ വരും. ഇതാണ് ചോദ്യം. ഓക്സിജന്റെ സോൾ ഏജൻസി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ, ഇവിടെ ഓക്സിജൻ എല്ലാവർക്കും പുറത്തുനിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പുറത്തൊരു വലിയൊരു സ്ക്യൂബ ഡൈവേഴ്സ് നടക്കുന്നത് പോലെ ഓക്സിജൻ പുറത്ത് കെട്ടി തൂക്കി ഇട്ട് നടക്കുകയാണ് എന്ന് വെക്കുക. സപ്പോസ് അങ്ങനെ വെക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഓക്സിജന്റെ പമ്പ്, വേറെ എങ്ങും പമ്പ് ഇല്ല. അപ്പം ഇവിടുത്തെ പെട്രോൾ പമ്പ്, ഇപ്പം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ പമ്പ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി റിലയൻസിൽ നിന്ന് അടിക്കും. റിലയൻസ് ഉണ്ടോ? ഇപ്പം ഉണ്ടല്ലോ. റിലയൻസിൽ അടിക്കും. റിലയൻസിലെ പമ്പ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ഭാരത് പെട്രോളിൽ നിന്ന് അടിക്കും, പലയിടത്തും നിന്ന് അടിക്കാം. കാര്യം എവിടെ നിന്ന് അടിച്ചാലും പെട്രോളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ആകെപ്പാടെ ഒരു കമ്പനി മാത്രമേ പെട്രോൾ ഇറക്കുന്നുള്ളൂ. ആ കമ്പനി സമരം ചെയ്ത് എന്താണ് പെട്രോൾ പമ്പ് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിവസമൊക്കെ കഷ്ടിച്ചൊക്കെ ഓടുവാണെങ്കിൽ അത് കഴിയുമ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നത്, വണ്ടികളെല്ലാം അവിടെ എവിടെയും ചത്ത് കിടക്കുന്നത് കാണാം. ഇതേപോലെ മനുഷ്യന് ഓക്സിജൻ കിട്ടുന്നത് ഇതുപോലെയുള്ള നമ്മള് ഓക്സിജൻ കൊടുക്കാനായിട്ട് ചില പമ്പുകളെ മാത്രം ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഈ പമ്പുകാര്
ഓക്സിജൻ കൊടുക്കാതെ സമരം ചെയ്ത് അല്ലെങ്കിൽ പമ്പുകൾ അടച്ചിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ്? പതിയെ പതിയെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ദേ ഷട്ട് ഡൗൺ. ഇതുപോലെയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? നിത്യജീവൻ കൊടുക്കാനായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിത്യജീവന്റെ ഹോൾ ഡിസ്ട്രിബ്യൂഷൻ ചർച്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവം. ചർച്ച അത് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ചുറ്റുപാടുള്ള ആളുകളൊക്കെ യേശു എന്ന നിത്യജീവനിലേക്ക് നയിക്കുന്ന ഓക്സിജൻ കിട്ടാതെ മരിച്ചു പോകും. അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആളുകൾ എത്ര ചത്ത് കിടന്നാലും നമ്മളിതൊന്നും കാണുന്നുമില്ല, അറിയുന്നുമില്ല. നമുക്ക് അടുത്തിരുന്ന് അകത്തിരുന്ന് ആരാധിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് നല്ല ഓക്സിജൻ കിട്ടുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്. വേറെ ആരെങ്കിലും ചാകുന്നു, അതറിയത്തില്ല. പക്ഷെ ഇവിടെ നല്ല ഓക്സിജനാ, ശ്വസിച്ചോ, ആരാധിച്ചോ. പക്ഷെ ഓക്സിജൻ കിട്ടാതെ ആളുകൾ ചാകുകയാണ്. സഭ അകത്തിരുന്ന് ആരാധിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ, ജാതികളുടെയും ദൈവം അല്ലയോ? അതെ, അവൻ ജാതികളുടെയും ദൈവം. അത് നിനക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് ആ യേശുവിനെ പ്രകാശിപ്പിക്കേണ്ടതിന്, ആ യേശുവിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതിന്, ആ യേശുവിനെ കൊടുക്കേണ്ടതിന് നീ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നില്ല എന്നാണ് ചോദ്യം. സർവ്വജനത്തിനും വേണ്ടിയുള്ളതാണ് സുവിശേഷം. റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 20 നമ്മളവിടെ കാണുന്നത് എന്താണ്? കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ആരെങ്കിലും, എനിബഡി. യേശു കർത്താവ് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ലോകത്തിൽ ആർക്കും അവന്റെ അടുത്തേക്ക് കടന്നു വരാം. ലോകത്തിൽ ആരെയും വീണ്ടെടുക്കാൻ വേണ്ടി അവൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശുവിന്റെ വാക്കുകളിലും പൗലോസിന്റെ വാക്കുകളിലും അപ്പോസ്തലന്മാരുടെ വാക്കുകളിലും എല്ലാം ദൂതന്മാരുടെ വാക്കുകളിലും എല്ലാം കാണുന്നത് ദൈവം എല്ലാവരെയും കുറിച്ച് കൺസേൺ ഉള്ളവരാണ്. എല്ലാവരെയും കുറിച്ച് ആ കൺസേൺ നമ്മുടെ സഭയ്ക്കുണ്ടാകണം. ആ ബോധ്യം നമ്മുടെ സഭയ്ക്കുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് ദൗത്യം ഒരു യാഥാർത്ഥ്യമായി തീരുന്നത്. നമ്മുടെ ജീവിതത്തില് കർത്താവ് എന്റെ കൺസേൺ, ലോകത്തെക്കുറിച്ചുള്ള അവന്റെ കൺസേൺ, അത് നമുക്കൊരു ചേഞ്ച് ഉണ്ടാകാനായിട്ട് പാടില്ല. ആ കൺസേൺ നമുക്കും ഉണ്ടാകണം. അവരുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. ഭൂമിയിലെ ഏതെങ്കിലും ഒരു വംശത്തിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ദൈവം ഈ കാര്യം വെച്ചിരിക്കുകയല്ല. എല്ലാ ജനങ്ങൾക്കും വേണ്ടി. ആ എല്ലാ ജനങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. എല്ലാ ജാതികളും എൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. എല്ലാ ഭാഷക്കാരും എൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും യഹൂദന്മാർക്കും ജാതികൾക്കും കടക്കാരനാണ്. എൻ്റെ ഭാഷ സംസാരിക്കുന്നവർക്കും എൻ്റെ ഭാഷ സംസാരിക്കാത്തവർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ആരെയും മാറ്റി നിർത്താൻ പറ്റിയല്ല. എല്ലാവർക്കും കടക്കാരൻ. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ. എന്നാലേ സുവിശേഷത്തിന്റെ വ്യാപ്തി ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ വ്യാപിപ്പിക്കുന്നതിന് അവന്റെ പങ്കാളികളായി തീരുവാൻ നമുക്ക് കഴിയും. യേശുവേ, നിൻഹിതം ചെയ്യുവാൻ നിന്നിഷ്ടം പോലെ ഇഴയാമെന്നെ സമർപ്പിക്കുന്നേ. യേശുവേ, നിൻഹിതം ചെയ്യുവാൻ നിന്നിഷ്ടം പോലെ ഇഴയാമെന്നെ സമർപ്പിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നിൻഹിതം ചെയ്യുവാൻ നിന്നിഷ്ടം പോലെ ഇഴയാമെന്നെ സമർപ്പിക്കുന്നേ.